അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തക ശ്രീമതി അഞ്ജന ശങ്കർ അബുദാബിയിൽ നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, സംഘർഷ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഈ വളരെ പ്രധാനപ്പെട്ട ഇറാനിയൻ സൈറ്റുകളെ അറ്റാക്ക് ചെയ്യുക, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ നഗരത്തെ ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഈ സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്ന എന്ത് സാഹചര്യമാണെന്ന് സംബന്ധിച്ച് വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് പോകുന്നത്. ടെഹ്റാനിലാണെങ്കിലും ടെലവീവിലാണെങ്കിലും ഈ മിസൈൽ സ്ട്രൈക്കുകളിലുള്ള ഹ്യൂമൻ ടോൾ ശരിക്കും എന്താണ്? നമസ്കാരം. തീർച്ചയായും ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏത് യുദ്ധം എടുത്താലും വലിയൊരു ഹ്യൂമൻ ടോൾ അല്ലെങ്കിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇപ്പോൾ 26-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു, 250-ൽ കൂടുതൽ ആളുകൾക്ക്, 500-ൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാനിന്റെ വശത്താണെങ്കിലും സാധാരണ ആളുകൾ, ഈ യുദ്ധത്തിലൊന്നും പങ്കില്ലാത്ത സാധാരണ ആളുകൾ 250-ൽ കൂടുതൽ ആളുകൾക്ക് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. 100,000-കണക്കിന് ആളുകൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളിലും വലിയ തരത്തിലുള്ള മനുഷ്യക്കെടുതികൾ, നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഏതൊരു യുദ്ധം നമ്മൾ എടുത്തു നോക്കിയാലും ഒരു എഗ്രസർ അല്ലെങ്കിൽ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്ന രാജ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളത് യുക്രൈനിൽ കണ്ടതാണ്, നമ്മൾ ഗസയിൽ കണ്ടതാണ്, ഒരാഴ്ചക്കകം 2 ആഴ്ചക്കകം ശത്രുവിനെ നിലംപരിശാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു കാൽക്കുലേഷനിലാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. ഈ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ബെഞ്ചമിൻ നെതന്യാഹു കരുതിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ ഇതുപോലെ ശക്തമായ ഒരു മിസൈൽ ആക്രമണം ഇറാനിന് നേരെ നടത്തുമ്പോൾ എല്ലാ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കമാൻഡേഴ്സിനെയും സൈനിക മേധാവികളെയൊക്കെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് ഇറാനിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ആക്രമണം നടത്തിയാൽ ഇറാൻ ഇതുപോലെ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇറാനിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കാണില്ല തീർച്ചയായും. കാരണം 4-ാം ദിവസം യുദ്ധം നീണ്ടു നിൽക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഇസ്രായേലും ഇറാനും ആക്രമണങ്ങളും അറ്റാക്കും കൗണ്ടർ അറ്റാക്കുകളുമായി വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നമ്മൾ രണ്ട് സ്ഥലത്തും കാണുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, യുദ്ധങ്ങൾ കാണുകയും അതിന്റെ മനുഷ്യക്കെടുതികളൊക്കെ നേരിട്ട് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഇറാനിന്റെ തടയാനായി താങ്കളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിന് എഗെയിൻസ്റ്റ് ആയി നിൽക്കുന്ന ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം തുടച്ചു നീക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ ഇസ്രായേൽ ഇപ്പോൾ ഈ സംഘർഷം തുടങ്ങി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ എത്രത്തോളം ഇസ്രായേലിന് ഇത് സാധിക്കും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. കാരണം ആഴ്ചകളോളം ഇത് നീണ്ടുപോയാൽ തീർച്ചയായും കേണൽ ഡെനി പറഞ്ഞതുപോലെ വലിയ മിഡിൽ ഈസ്റ്റിലെ തന്നെ അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു എയർ പവർ, സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മിലിറ്ററി പവർ എന്ന നിലയ്ക്ക് ഇസ്രായേലിന് ഈ യുദ്ധം ആഴ്ചകളോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഗസയിലെ പോലെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു യുദ്ധത്തിലേക്കായിരിക്കും, രണ്ട് സ്ഥലത്തും മനുഷ്യക്കെടുതികൾ വരുത്തിക്കൊണ്ട് നീണ്ടു നിൽക്കുന്ന ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് നടപ്പാകുമോ എന്ന് നാം ചോദിച്ചേ തീരൂ. കാരണം ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂക്ലിയർ യുറേനിയം എൻറിച്ച്മെന്റ് തടയാൻ, ന്യൂക്ലിയർ ഫെസിലിറ്റികൾ നശിപ്പിക്കാൻ ഇസ്രായേലിന് ഈ 4 ദിവസം കൊണ്ട് സാധിച്ചിട്ടില്ല. നഥാൻസിലും ഇസ്ഫാനിലെല്ലാം നമ്മൾ അറ്റാക്കുകൾ ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ വളരെ ഫോർട്ടിഫൈഡ് ആയി അണ്ടർഗ്രൗണ്ടിൽ മറ്റും വളരെ സുരക്ഷ, ഹൈ സെക്യൂരിറ്റിയിൽ ഇറാൻ നടത്തുന്ന ന്യൂക്ലിയർ പ്രോഗ്രാമുകളാണ്. പല മിലിറ്ററി അനലിസ്റ്റുകളും ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഒരിക്കലും ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം മുഴുവനുമായി നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ, അത് ട്രംപ് വഴിയോ ഒരു ഡീൽ സൈനിങ് വഴിയോ നടന്നില്ലെങ്കിൽ രണ്ട് ഭാഗത്തും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് നാം ഇപ്പോൾ
പ്രതീക്ഷിക്കണം. അഞ്ജന ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ എയിം എന്നുള്ളത്, അതൊരു ന്യൂക്ലിയർ പരിപാടി തടയുന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ കൂടി, ഒരു റെജീം ചേഞ്ച് കൂടി ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഇത് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ വളരെ യൂണിറ്റിയാണ് ഉള്ളത് എന്ന് ക്ലെയിം ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തേക്ക് വരുന്നു പല ഈ, അതായത് ഇസ്രായേലിന്റെ ഈ മിസൈൽ സ്ട്രൈക്കിനെയൊക്കെ അല്ലെങ്കിൽ റെജീമിനെതിരായിട്ടുള്ള ഈ സ്ട്രൈക്കിനെയൊക്കെ ചെയർ ചെയ്യുന്ന തരത്തിലുള്ള പലതരം പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയയുടെ പുറത്തേക്ക് വരുന്നു. ഒരു പബ്ലിക് സെന്റിമെന്റ്സ് അങ്ങനെ ഇറാനിലുണ്ടോ? ഒരു ഗവൺമെന്റ് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അങ്ങനെ ഒരു തലം കൂടി, ഒരു പ്ലാറ്റ്ഫോം കൂടി അവിടെ നടക്കുന്നുണ്ടോ? തീർച്ചയായും ഇറാനിൽ ഒരു റെജീം ചേഞ്ചിന് വേണ്ടി, അതിപ്പോഴല്ല, പല വർഷങ്ങളായി അമേരിക്കയും അതുപോലെ ഇസ്രയേലും എല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതിപ്പോ അതിനുള്ള ഒരു കറക്റ്റ് ഒരു സമയമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നേതന്യാഹു കരുതുന്നതിൽ തെറ്റില്ല. അത് തന്നെ ആയിരിക്കണം. കാരണം 3 ദിവസം, 4ാമത്തെ ദിവസത്തിൽ നിൽക്കുന്ന യുദ്ധത്തിൽ ഇപ്പോഴും ഒരു ജയവും തോൽവിയും ഇല്ലാത്ത സമയത്ത് ഒരു ചേഞ്ചിങ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കൂടിയാണ് നേതന്യാഹു പറയുന്നത്, ഇറാനിലുള്ള ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത്. ദിസ് ഇസ് ദ ടൈം ടു സീക്ക് ഫ്രീഡം, റൈസ് അഗെയിൻസ്റ്റ് ദ റെജീം എന്നെല്ലാം നേതന്യാഹു പറയുന്നുണ്ട്. ഇറാനിൽ ഇപ്പം നടക്കുന്ന സെന്റിമെന്റ്സ്, പബ്ലിക് സെന്റിമെന്റ്സ് എന്താണെന്ന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ഇറാനിലുള്ള പല അക്കൗണ്ടുകളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പല ഡിസ്കഷൻസും നോക്കുമ്പോൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് രീതിയിലുള്ള ഡിസ്കഷൻസ് ആണ് ഞാൻ കാണുന്നത്. ഇറാനിൽ നമ്മൾക്കറിയാം, അടുത്ത കാലത്ത് നടന്ന വലിയ വലിയ പ്രൊട്ടസ്റ്റുകളും എല്ലാം തന്നെ ഇറാനിന്റെ ഇപ്പോഴുള്ള ഈ ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഈ ഒരു സെറ്റപ്പിനോട് വളരെയധികം ഒരു അതൃപ്തിയുള്ള ഒരു ജനം തീർച്ചയായും വലിയൊരു വിഭാഗം ഇറാനിലുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ സ്വന്തം രാജ്യത്തിന്റെ സോവറിനിറ്റിയെയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ ഈ ഇസ്രായേലിന്റെ തരത്തിൽ നിന്നുള്ള ഒരു മൂവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു യൂണിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്ത്യയിൽ കണ്ടതാണല്ലോ, നമ്മളെ മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എല്ലാ ഡിഫറൻസുകളും മറന്നുകൊണ്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു യൂണിറ്റി ഇറാനിൽ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു ജനറൽ സെന്റിമെന്റ് നമുക്ക് തീർച്ചയായും സോഷ്യൽ മീഡിയയും പല അക്കൗണ്ടുകളും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ എപ്പോഴും പല ലെയേഴ്സ് ആണല്ലോ വലിയൊരു ഇറാൻ പോലുള്ള പൊളിറ്റിക്കലി വളരെ റിലീജിയസ്ലി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഉറപ്പിച്ചത് പറയാൻ സാധിക്കില്ല. ഈ അയത്തുള്ള റെജീമിനോടും ഇപ്പോഴുള്ള ഇറാനിൽ നടക്കുന്ന റെജീമിനോടും എതിരുള്ളവരും ആ റെജീം താഴെ വീഴണമെന്നും അതിൽ നിന്നൊരു പുതിയ മാറ്റം ആഗ്രഹിക്കണമെന്നുള്ള എസ്പെഷ്യലി ചെറുപ്പക്കാരുടെ വലിയൊരു വിഭാഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിതൊരു ഓപ്പർച്യൂണിറ്റിയായി കാണുകയും പല തോതിലും ചിലയിടങ്ങളിലെങ്കിലും ഇതൊരു ഓപ്പർച്യൂണിറ്റിയായി കാണുന്ന ആ ഒരു വിഭാഗവും ഇറാനിലുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേ ക്ലാസ്സിൽ നമ്മൾ കാണണം. ഒരു ഉറപ്പിച്ച് ഇങ്ങനെയാണ് എന്ന് എടുത്തു പറയുന്നത്, ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ടൈം ടു സേ ദാറ്റ് ബിക്കോസ് വി ഡോണ്ട് നോ ഫോർ ഷുവർ. ഓക്കെ, ഞാൻ മിഡിൽ ഈസ്റ്റിൽ അതേത് തരത്തിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഞാൻ അതിലേക്ക് കൂടെ വരാം.